നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് മനുഷ്യന് ഒരിക്കലെങ്കിലും വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന്? ഇതിന് ശാസ്ത്രലോകം മുന്നോട്ട് വെച്ച അത്ഭുതകരമായ ഒരു ആശയമുണ്ട്: വോം ഹോൾ. 1935 പ്രശസ്ത ശാസ്ത്രജ്ഞരായ ആൽബർട്ട് ഐൻസ്റ്റീനും നേതൻ റോസനും ചേർന്നാണ് ഈ ആശയം അവതരിപ്പിച്ചത്. അവർ ഇതിനെ ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ് എന്നാണ് വിശേഷിപ്പിച്ചത്. വോം ഹോൾ എന്നത് പ്രപഞ്ചത്തിലെ രണ്ട് ദൂരസ്ഥ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യ പാത എന്ന രീതിയിലാണ്, ഒരു തുരങ്കം എന്ന പോലെ. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് അതിന്റെ രണ്ടറ്റങ്ങളിലും 2 പോയിന്റ് അടയാളപ്പെടുത്തുന്നു എന്ന് കരുതുക. സാധാരണയായി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാൻ വലിയ ദൂരം സഞ്ചരിക്കണം. പക്ഷേ ആ പേപ്പർ മടക്കി 2 പോയിന്റുകളും അടുത്താക്കി ഒരു തുള ഉണ്ടാക്കിയാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എത്താൻ സാധിക്കും. വോം ഹോളിന്റെ ആശയം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെന്റോറിയിലേക്ക് പോകാൻ പോലും ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ഒരു വോം ഹോൾ യാഥാർത്ഥ്യത്തിൽ ഉണ്ടെങ്കിൽ ആ ദൂരം ചില നിമിഷങ്ങളിലോ മണിക്കൂറുകളിലോ കടക്കാനാകും എന്നാണ്. ചില സിദ്ധാന്തങ്ങൾ പ്രകാരം വോം ഹോൾ ഉപയോഗിച്ച് പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ്. പ്രപഞ്ചത്തിലെ ദൂരസ്ഥ ഭാഗങ്ങളിലേക്കും എത്താം. ചിലപ്പോൾ സമയയാത്ര പോലും സാധ്യമായേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഇതുവരെ ഒരു വോം ഹോൾ നേരിട്ട് കണ്ടെത്തിയിട്ടില്ല. അതിന്റെ യഥാർത്ഥ തെളിവുകളും ഇല്ല. അതിലൂടെ യാത്ര ചെയ്യാൻ സാധ്യമാകുമോ എന്ന് പോലും അറിയില്ല. കൂടാതെ ചില സിദ്ധാന്തങ്ങൾ പ്രകാരം വോം ഹോൾ സ്ഥിരമായി നിലനിൽക്കാൻ നെഗറ്റീവ് എനർജി പോലുള്ള നമ്മൾ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ആവശ്യമായേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ വോം ഹോൾ ഇന്നും ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാണെങ്കിൽ മനുഷ്യരുടെ യാത്രയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവും ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല.